അല്പസമയം മുമ്പാണ് മമ്മൂട്ടിയും തൊട്ടുപുറകെ മോഹൻലാലും ഇങ്ങോട്ടേക്ക് എത്തിയത്. അവർ ഇരുവരും മമ്മൂട്ടി അവിടെ തൃപ്പൂണിത്തുറയിലും എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നു. നിരവധി ചലച്ചിത്ര പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, സാധാരണക്കാരായ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വീട്ടമ്മ പറയുകയായിരുന്നു, അനുജ, എത്രയോ കാലമായിട്ട് ഞാൻ ആകെ ഒരാളെ മാത്രമേ സിനിമയിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ശ്രീനിവാസനാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ചേതനയറ്റ ശരീരം കാണേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടം ആ വീട്ടമ്മ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഇങ്ങനെ അടുത്തടുത്ത് കണ്ട് നേരിൽ കാണുന്ന പോലെയാണ് ഓരോ സിനിമാ രംഗങ്ങളും. അത് ശ്രീനിവാസന്റെ ഒരൊറ്റ കഴിവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി, മോഹൻലാലൊക്കെ തന്നെ ഓരോ ചിത്രങ്ങളിലൂടെയും അവർ പങ്കുവെച്ച നല്ല നല്ല മുഹൂർത്തങ്ങൾ, ആ ചിത്രങ്ങളുടെ ചിത്രീകരണത്തിലൊക്കെയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, അതിന് മുൻപും പിൻപുമായി ഉള്ള അനുഭവങ്ങളൊക്കെ തന്നെ അവർ പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിട്ടുള്ളതാണ്. ഇവിടെ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്, അനുജ. കാരണം ഇത്രയും നേരം നമ്മൾ കണ്ടത് എല്ലാവരും ശാന്തരായി സംയമനത്തോടെ ഒരു നോക്ക് കാണാൻ എത്തുന്നതാണെങ്കിൽ, ഇപ്പോൾ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ അതുമാത്രമല്ല, എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ദുഃഖം അത് നമ്മുടെ കൂടി ദുഃഖമായി മാറുകയാണ്. അതുപോലെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയോ മുഹൂർത്തങ്ങൾ ഇവരൊരുമിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു അവരെ കാണാൻ, പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ, ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്ന മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായൊരു മുഹൂർത്തമാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടൗൺ ഹാളിലേക്ക് നീണ്ട നിര ഒഴുകിയെത്തുമ്പോൾ അത്ര തിരക്ക് ഇത്രയും നേരം അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വല്ലാതെ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് അവസരമൊരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് 1 മണിക്കൂർ സമയം ദൈർഘ്യം വരുത്തിയിട്ടുള്ളത്. 4 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.